വെൽക്കം ടു ട്രാവൻകൂർ പിസ്റ്റൻസ് എവരി വൺ. ഈ ഇടയ്ക്ക് നമ്മുടെ MC റോഡ് വഴി വൺ ഓഫ് ദി ഡേഞ്ചറസ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. MC റോഡ് വഴി ഒന്ന് ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, കോട്ടയം ആ റൂട്ടിലോട്ടൊന്ന് പോയി. അപ്പം കണ്ട കുറച്ച് ദൃശ്യങ്ങളാണ്. വെരി ചലഞ്ചിങ് ആണ് കേട്ടോ ഈ റോഡൊക്കെ വണ്ടി ഓടിക്കാൻ. ഒരു രക്ഷയില്ല. സൈഡ് ഒതുങ്ങി മര്യാദയ്ക്ക് പോയാൽ പോലും നമ്മളെ ദണ്ഡിയന്മാരൊക്കെ കൊല്ലും. എന്നിട്ട് നമ്മളിപ്പം കാണുന്നത് KSRTCയുടെ അതിവിദഗ്ധമായ നല്ല കുടുംബത്തിൽ പറഞ്ഞ ഡ്രൈവിങ്ങാണ് നമ്മൾ കാണുന്നത്. എന്നൊക്കെ അതിൻ്റെ ബാക്കിൽ വെച്ച് പിടിക്കാൻ വേണ്ടി ഒരു ഓൾട്ടോ എന്ത് കണ്ടിട്ടാണോ എന്തോ അതിൻ്റെ ബാക്കിൽ പോകണത്. അത് നോക്കുക, അവിടെ റോഡ് ബ്ലോക്കാണ്. ബ്രേക്ക് പിടിച്ച് നിർത്തുന്നുണ്ടോ? അന്തസ്സുണ്ടോ ഇവനൊക്കെ? അല്ല, സീരിയസ് ആയിട്ട് ചോദിക്കും, ഇവനൊക്കെ എങ്ങനെ, എവിടെയാണ് പഠിച്ച് ഇവർക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ടോ? വേണ്ട, ആ ടാർപ്പാളിയുടെ മുകളിൽ കൂടെ സ്കൂട്ടറുകാരന്മാരൊക്കെ കയറിക്ക് വന്ന്. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. ഒരു മര്യാദ വേണ്ടി ഒരു വണ്ടിയൊക്കെ ഓടിക്കുന്ന ഇങ്ങനെ, അത് ഇത്രയും വലിയൊരു വണ്ടി, ABS ഇല്ല, അല്ലെങ്കിൽ EBD ഇല്ല, സ്റ്റെബിലിറ്റി കൺട്രോൾ ഇല്ല, ഒന്നുമില്ല. കട്ട ടയർ വിട്ട് ലോറിയുടെ ചേസിലുണ്ടാക്കുന്ന വണ്ടിയല്ലേ ഇതൊക്കെ ബോൺ ബസ്സൊന്നും അല്ലല്ലോ, ട്രക്കിൻ്റെ ചേസിലെ വണ്ടിയല്ലേ. എന്തുമാത്രം ആക്സിഡൻ്റാണ് ഇതിൽ നടക്കുന്നത്. വേണ്ട, അടുത്ത ബാങ്കിൻ്റെ എന്തോ വണ്ടിയാണ്, ഫുള്ള് CCTV വെച്ചോണ്ട് വരെയാണ്. അവൻ ഇത്രയും പേര് വഴിയിൽ ക്യൂവിൽ നിൽക്കുക. ഒരു അന്തസ്സുണ്ടാടെ. ഈ ബാങ്കിൻ്റെ പേരൊന്നുമില്ല, അല്ലായിരുന്നെങ്കിൽ തള്ളക്ക് വിളിച്ചാൽ. എന്ത് മോശമാണ് ഇങ്ങനെ. നമുക്കിപ്പോൾ അറിവുണ്ടാത്തുണ്ടല്ലോ, നമുക്കൊരു മര്യാദ ഉണ്ടില്ലേ. ഇതിപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ നടക്കും. ഇതേ സെയിം സാധനം ഇവരിപ്പോൾ UAE ദുബായിൽ ജോലിക്ക് പോകണം. അവിടെ കാർ ഓടിക്കുകയാണെങ്കിൽ ചെയ്യുമോ? ആ ടാർപ്പാളി പാവം കേട്ടോ. ടാർപ്പാളി ഇട്ടവൻ തീർന്നു. അവൻ്റെ ടാർപ്പാളി 5 കഷ്ണമായെന്ന് തോന്നുന്നു. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള രീതികളൊക്കെയാണ്. നമ്മളും പൊളിച്ചിട്ടൊക്കെ ഉണ്ട് ബ്രോ. ഉള്ള പ്രായത്തിലൊക്കെ മാക്സിമം ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഓടിക്കില്ല, പ്രത്യേകിച്ചും വലിയ വണ്ടികൾ. കാരണം ഒരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ, ഈയിടയ്ക്ക് ബസ് മരണ കേസുകളൊക്കെ നമ്മൾ കേൾക്കണല്ലേ, നമ്മൾ മറ്റുള്ളവർ ചത്തുവും. അതാണ് പ്രശ്നം. ഇപ്പം ബൈക്കിൽ നിന്ന് വീണ് നമ്മളെ കൈയും കാലും ഒടിയുന്നവരല്ലല്ലോ ഇത്. കാരണം ഈ ഒരു ബ്ലോക്ക് കാരണമാണ്. അപ്പം ആലോചിച്ച് നോക്കും, ബാക്കി ഇത്രയും പേരും ക്യൂവിൽ വരിയായിട്ട് ഇരിക്കണം, നമ്മളെല്ലാം മണ്ടന്മാരാണ്. മനസ്സിലായില്ലേ? പക്ഷെ എന്തിനാണ് ഇവിടെ ബ്ലോക്കാണെന്ന് ഒരു പിടിയില്ല. എന്തോ ഇത് അടുത്ത വൈബ് ഇങ്ങനെ അടുത്ത അവിടുന്ന് ഓപ്പോസിറ്റ് കുറേ എണ്ണം വരും. വേണ്ട, 1 2 സത്യം പറഞ്ഞല്ലോ, വല്ല മാഡ് മാക്സ് പോലത്തെ വണ്ടി വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ കൺഫേം ആയിട്ട് സൈഡിൽ മിററൊക്കെ വരച്ചുകൊണ്ട് പോയാണ്. ഈ ക്യൂ നിൽക്കുന്ന അണ്ണന്മാരും ചേട്ടന്മാരും അടുത്തവൻ, ഇവരൊക്കെ എന്തോന്നറേ 2ാം ഗഡിലുണ്ടായതാണ്. ഒരു നടുക്കൊരു വര വരച്ചേക്കണത് കാണാൻ വേണ്ടിയല്ലേ. ഈ KSRTC ബസ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസൈൻ മാറ്റാൻ നമുക്ക് സമയമായി. കാരണം സൈഡിൽ ബ്ലൈൻഡ് സ്പോട്ട് ഭയങ്കര കൂടുതലാണ്. ആക്സിഡൻറ്റിനൊക്കെ ഭയങ്കര ചാൻസാണ് ആ ഒരു ടൈപ്പ് ഡിസൈൻ. ഞാൻ പറഞ്ഞ ലോ ഫ്ലോർ ബസ്സുകൾ ഇറക്കണം. അതാകുമ്പോൾ സൈഡിൽ കൂടെ പെഡസ്ട്രിയൻ സേഫാണ്. പിന്നെ മറ്റേ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം സേഫ്റ്റിയുള്ള സാധനം മതി. നമ്മുടെ നാട്ടുകാരുടെ ജീവനും വിലയില്ലേ. ഇതെന്തുവാ? ഇത് ഏതോ ഫോറസ്റ്റിൻ്റെ വണ്ടിയല്ലേ? ഫോറസ്റ്റിൻ്റെ വണ്ടി. അവൻ പോയിട്ട് വേണം ആനയെ തിളയ്ക്കാൻ. ഒരേ പൊളി എന്ന് പറഞ്ഞാൽ ബാക്കി കിടന്ന് മാറണം ഓണടിയായിരുന്നു. ഞാനങ്ങ് മാറിക്കൊടുത്തു. എവനൊക്കെ എങ്ങനെ ഓടിച്ചാലും ആർക്ക് എന്ത് ഒരു കുഴപ്പമില്ല, നമ്മൾ ചെയ്തല്ലേ കുഴപ്പം. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പം യു ഗൈസ് റൈഡ് സേഫ്, ഓൾവേസ് വെയർ സീറ്റ് ബെൽറ്റ്. ഓക്കെ, അപ്പം ഇതേപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ടേക്ക് കെയർ, ബൈ.